ഹലോ, സ്ഥലം എത്തി. ഹലോ, ഇത് തന്നെ വീട്. ഹലോ, സ്ഥലം എത്തി. ഹലോ, ഹലോ, ഉറങ്ങാണോ? എനിക്ക് മാനുവൽ സാറിന്റെ വീട്ടിലാ പോകേണ്ടത്. അതെ, മാനുവൽ സാറാണോ സാമുവൽ സാറാണോ എന്ന് എനിക്കറിയില്ല. താൻ തന്ന അഡ്രസ്സിലെ വീട് ഇത് തന്നെ. താൻ ഇറങ്ങ. അവിടെ അല്ല, ഇവിടെ. നോക്ക്. ഹലോ, വീടെത്തി. ഇറങ്ങ. ഇത് കുരിശായല്ലോ. ഹലോ അച്ഛനെ, സ്ഥലം എത്തി. എഴുന്നേറ്റെ, ഇറങ്ങ. വാ, ഇറങ്ങിയാട്ടെ വാ. ഓ, ഇടുക. 83 രൂപ. 83 രൂപ. എനിക്കെന്തിനാണോ ഈ ഓട്ടോറിക്ഷ? തന്റെ ഉറക്കം മാറിയില്ലേ? പിച്ചും പേയും പറയാതെ കാശെടുക്ക്. എനിക്ക് പോണം. ഞാൻ ഓട്ടോറിക്ഷ മേടിക്കാൻ വന്നതല്ലേ. ഈ വണ്ടിയുടെ വിലയല്ല, ഓട്ടോറിക്ഷ കാശ് എത്രയാന്ന് വെച്ചാ പറഞ്ഞാൽ മതി. അതാ പറഞ്ഞ 83 രൂപ. വച്ചോ. 30 രൂപ ചില്ലറ ഇല്ലാത്തോണ്ടാ. ബാക്കി നീ വച്ചോ. 83 രൂപ. 83 രൂപ. പൈസ എടുക്കണോ? എന്തുവാണ് ഈ കളിക്കുന്നത്? ഇവിടെ ആരുമില്ലേ? ഇവന്റെ പോക്കറ്റ് അടിക്കുന്നു. ഇരിക്കട്ടെ. രക്ഷപ്പെട്. പോ, ചെല്ല്. പെട്ടെന്ന് ഞാൻ പോയിട്ട് വേറെ പണിയുണ്ട് കേട്ടാ. കുരിശുകൾ രാവിലെ ഇറങ്ങിക്കോ. നീ ഒരിക്കലും നന്നാകില്ലടാ. എന്റെ മുണ്ടിഞ്ഞോട്ട് പോകാഞ്ഞത് ഭാഗ്യം. ഇത് തന്നെയാവോ വീട്? അതോ അവൻ എന്നെ പറ്റിച്ചതാണോ? ഒന്ന് വിളിച്ചു നോക്കിക്കളെ, അതാ നല്ലത്. ആരും ഇല്ലെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ബെല്ലടിച്ച് നോക്കിക്കളെ. ജനൽ തുറന്നു കിടക്കാണല്ലോ. എനിക്കറിയില്ല, നീ നോക്ക. എന്നെ അന്വേഷിച്ചാലേ അറിയില്ല എന്ന് പറഞ്ഞാ മതി. അതൊന്നും നീ അറിയണ്ട, ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞാ മതി. ഇതെന്നാ കൂത്ത? നമസ്കാരം. മാനുവൽ സാറിനെ കാണാനായിട്ട് വന്നതാ. ഇവിടെ ഇല്ല. ഓ, എന്റെ കുരിശുമല പുണ്യാളച്ച, സമാധാനായി. ഇവിടെ ഇല്ലേലും വീട് തന്നെയാണല്ലോ. ഞാനിവിടെ ഇരിക്കാം, വന്ന് കണ്ടേച്ചും പോയേക്കാം. വരാൻ വൈകും. ഓ, അതെന്നാ? എപ്പോഴായാലും സാർ ഇങ്ങോട്ടല്ലേ വരുന്നത്? ഞാനിവിടെ ഇരിക്കാം. വല്ല ചായയോ ചോറോ വല്ലതും തന്നേച്ചാ മതി. നീ എന്തിനാ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു? സാറല്ലേ എങ്ങനെ പറയാൻ പറഞ്ഞത്? എന്നെ അറിയില്ല എന്ന് പറയാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാനത് മറന്നു. എന്നാ ഞാൻ അങ്ങനെ പറയട്ടെ? എടി, ഇനി അവനത് വിശ്വസിക്കുമോ? വേറെ എന്തെങ്കിലും പറഞ്ഞവനെ ഒഴിവാക്കാൻ നോക്ക്.